ഇതൊക്കെ നിങ്ങളെ അനിയത്തിക്കേ ഇപ്പൊ കൊറച്ച് കൂടിയിക്കണ്. അവൾ ആരാന്നാണ് അവളെ വിചാരം? സാജി, നിനക്കിപ്പോ എന്റെ അനിയത്തിനും പറ്റാതായോ? നിന്റെ എല്ലാ കളികളും ഞാൻ കണ്ടില്ല എന്ന് നടിക്കുന്നുണ്ട്. പക്ഷെ എന്റെ അനിയത്തിന്റെ നെഞ്ചത്തേക്ക് കേറിയാല് അത് മാത്രം ഞാൻ ക്ഷമിക്കില്ല. ഞാൻ പറഞ്ഞേക്കാം. എനിക്കേ ജോലിക്ക് പോണം. ചായ എടുത്തു വെക്ക്. അനിയത്തിന് പറഞ്ഞപ്പോഴേ തീരെ പൊടിച്ചില്ല തോന്നുന്നു. ഉമ്മ, ഇതിപ്പോ എന്താ ഉമ്മ? ഇതിപ്പോ എന്താ പതിവില്ലാതെ അടുക്കളയിലൊക്കെ വന്ന് ചായ കുടിക്കണേ? ആ, എന്നിപ്പോ ഇങ്ങനെ ഒരാൾ എടുത്തു തരാണ്ടാവോ? ഉമ്മ, ആ കാര്യത്തിൽ ഉമ്മ ബേജാറാവണ്ട. ഉമ്മാക്കെ ഒരു മകളെ സ്ഥാനത്ത് എന്നും ഈ സാജി ഉണ്ടാവും. അല്ല, മകളെ സ്ഥാനത്തല്ല, മകളായിട്ട് തന്നെ. ഉമ്മ, നമുക്കേ നുസിമോളെ കല്യാണക്കാരി നോക്കിയാലോ? ഇതെന്താ കുട്ടി പറയണത്? നുസിമോളെ ഇപ്പൊ കെട്ടിക്കാനുള്ള പ്രായം അയക്കണോ? ഉമ്മ, ഞാനൊരു കാര്യം പറയാം. ഉമ്മ ഇപ്പൊ നുസിമോളോട് ചോദിച്ചുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഇനിയിപ്പോൾ അതിനെ ചൊല്ലിയിട്ടൊരു പ്രശ്നം വേണ്ട. ഉമ്മ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നുസിമോള് കാണാൻ ഇടയ്ക്കേ സെമിറാത്താൻ്റെ റൂമിൽ പോയിട്ട് ആർക്കോ ഭയങ്കര ഫോം വിളിയിലാണ് ഉമ്മ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടേ മുതൽക്ക് ഉമ്മാനോട് പറയാതിരിക്കാൻ തോന്നിയില്ല. എന്ത്? പിന്നെ ഉമ്മ, നസിമോൾക്ക് എല്ലാത്തിനും കൂട്ടായിട്ട് സെമീറാത്ത ഉണ്ടല്ലോ. പിന്നെ പോൾക്ക് പേടിക്കാനൊന്നുമില്ല. എന്തായാലും വേണ്ടിയില്ല ഉമ്മ. നമുക്കേ നസിമോൾക്ക് നല്ലൊരു കല്യാണക്കാരിയെ നോക്കണതാണ് ഏറ്റവും നല്ലത്. ഞാൻ എൻ്റെ സ്വന്തം അനിയത്തിനെ പോലെയാണ് ഇതുവരെ നസിമോളെ ഞാൻ കണ്ടിട്ടുള്ളൂ. അവള് വഴിപിഴച്ച് പോവാതിരിക്കാനാണ് ഞാൻ ഉമ്മാനോട് ഈ കാര്യം പറയണത്. ഇനി ബാക്കിയെല്ലാം ഉമ്മാൻ്റെ അടുത്താണ്. ഉമ്മാൻ്റെ തീരുമാനം പോലെയാണ് ഒക്കെ. അപ്പൊ എൻ്റെ കുട്ടീനെ ഓള് വടക്കാക്കി. വെറുതെ അല്ലേ 24 മണിക്കൂർ നുസിമോളേന്ന് വെച്ചുകൊണ്ട് ഓള് പിന്നാലെ നടക്കുന്നത്. സംഗതി ഏറ്റു. ഈ കുട്ടി പിശാശിന്റെ കാര്യത്തിലേ ഒരു തീരുമാനമാക്കിക്കോളിത്തള്ള. മോളെ നുസിയെ നീ കുത്തി നോയിച്ചതേ ഈ സാജിദാനാണെന്നുള്ള ഓർമ്മ. അനക്കുള്ള 8 പണി കൊണ്ട് ഞാൻ വരുന്നുണ്ട്. സെമിയ എവിടെ പോയി കിടക്ക ഈ കുട്ടി? എത്ര നേരമായി ഞാൻ വിളിക്കണേ? സെമിയ ആ, ഇവിടെ ഉണ്ടായിന് ഈ കുട്ടി. സെമിയ കഴിഞ്ഞ എന്റെ തിരുമ്പല് കഴിഞ്ഞു വല്യമ്മ. നാലേ വല്യമ്മ കുടിക്കണ സുഗറിന്റെ ഉളിക്കൊന്ന് വെക്കെടുത്താട്ടിക്ക. ആ, ഇതാ വരണേ. വെക്ക വന്നോട്. മോളെ സെമി. ആ, ആരിത്? ഇത്താനും കണ്ട് കൊറേ ആയല്ലേ കണ്ടിട്ട്. ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതായിരുന്നു. പറയാനല്ല, ഒരു ഉപകാരം ചോദിക്കാനായിട്ടാ. ഇത്ത എന്തായാലും കാര്യം പറയും. ഇന്നെ കൊണ്ട് സാധിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ സാധിച്ചുതരാം. മിന്നുമോൾക്ക് നല്ല പൊള്ളണ പനി. മോളൊന്ന് വന്ന് നോക്കുക. മോളാണെങ്കിൽ സെമിത്ത വന്ന് നോക്കിയാൽ മതി എന്നൊരു പിടിവാശി. ഇല്ലത്താ, മിന്നിനെ കാണിക്കാൻ വേണ്ടിയുള്ള ക്യാഷ് വേണമെങ്കിൽ ഞാൻ തരാം. ഞാനൊറ്റ വന്ന് നോക്കിയത് ഉമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിലേ പിന്നെ എനിക്ക് വീട്ടിൽ സുഖം ഉണ്ടാവില്ല. എത്താ, ഇത്താക്ക് കാശൊന്നും വേണ്ട. മോൾക്കൊരു കൈപ്പുണ്യുണ്ട്. ആ കൈപ്പുണ്യം ഒരിക്കലും മോള് തരുന്ന കാശിന് കിട്ടൂലല്ലോ. മോളൊരു ഡോക്ടറാണ്. ആ കാര്യം മോള് മറക്കരുത്. അമ്മായിമാരുടെ പിടിവാശിക്ക് മോളെ ജീവിതം ഒരിക്കലും നശിപ്പിക്കരുത്. ഇത്താനോട് ഇപ്പൊ ഞാൻ എങ്ങനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക? ഇത്തൊരു കാര്യം ചെയ്യും. ഇത്തപ്പോ വീട്ടിക്ക് പോയിക്കോ. മിന്നുമോളോട് പറയും സെമിത്ത വരെ നോക്കാന്. ശരി മോളെ, മോൾക്ക് നല്ലതേ വരും. മോളെ കൂടെ എന്നും പഠിച്ചോണ്ടാവും. ഉമ്മ ഞറിഞ്ഞ എന്തൊക്കെയാണ് അവൻ പുകയിലുണ്ടാവുന്നത് പഠിച്ചോണ്ട് അറിയാം.
ഓ, ഈ കുട്ടി എവിടെ? കൊറേ നേരം ഞാൻ വരാൻ പറഞ്ഞിട്ട്. എന്റെ പൊന്നു വല്യമ്മ, ഞാൻ അതാ വന്നു. വല്യമ്മ ഇങ്ങനെ ബേജാറായിട്ട് എല്ലാം BP കൂട്ടണ്ട കേട്ടോ. അല്ല, നുസിമോളോടൊന്ന് വല്യമ്മക്ക് എടുത്തുതരാൻ പറഞ്ഞൂടാ അതിനെ ഈ ഗുളിക? ഞാൻ തന്നെ എടുത്തു തരണം. ഇതൊരു കള്ളത്തരാണ് കേട്ടോ വല്യമ്മ. ഈ വയസ്സത്തേക്ക് ഇനി BP കൂടിയാലൊരു കുഴപ്പമില്ല. ഇന്നെ ചികിത്സിക്കാനേ ഈ ഉണ്ടല്ലോ. തൽക്കാലം ഇപ്പൊ വല്യമ്മേ ഈ ഗുളിക കുടിക്ക്. ഞാൻ എന്നും നോക്കാനുണ്ടാന്ന് വിചാരിച്ചിട്ടേ ഉള്ള അസുഖേ കൂട്ടി വെക്കണ്ട. എനിക്ക് തന്നെ ഉറപ്പില്ല വല്യമ്മ ഞാൻ ഈ വീട്ടിലെ എന്നുണ്ടാവോന്നുള്ളത്. കുട്ടിയോടുന്ന് ഇങ്ങനെ വടക്കു വർത്താനം പറയാതെ. വല്യമ്മ ഇക്കൊരു ഉപകാരം ചെയ്യണം. ഒരു 10-15 മിനിറ്റ് ഇന്നിവിടെ കാണാതാവേ. ഉമ്മ ചോദിച്ച എന്തെങ്കിലും പറഞ്ഞ് പിടിച്ചു നിർത്തണം. മിന്നിമോൾക്കേ തീരെ വയ്യാല, പനിയാണാല. അവൾക്കാണെങ്കിൽ ഞാൻ തന്നെ ചെന്ന് നോക്കണമെന്ന്. എന്റെ അമ്മായിമാന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കൊണ്ട് ഇജിപ്പേ മിന്നിമോളടുത്തേക്ക് പോ. പാവന്റെ കുട്ടി ഓർമ്മ ചിരിച്ചിട്ടേ ഉള്ളില് സങ്കടം വെച്ച് നടക്കുക. നബീസ് എവിടെ കൊണ്ടുപോയി ഒതുക്കണോ ഈ പാവൊക്കെ? ഞാനും കരുതിയേ ഉമ്മാന്റെ കുട്ടി ഇപ്പൊ ഉമ്മാനൊക്കെ മറന്ന്. അല്ല, ഇപ്പച്ച് വീളിയും തേളിയൊന്നും ഇല്ലല്ലോ. ആര് പറഞ്ഞു ഉമ്മ ഞാൻ വിളിക്കാറില്ല എന്നുള്ളത്? ഞാൻ എന്നും വിളിക്കും. പക്ഷെ ഉമ്മ എന്റെ നമ്പർ കണ്ട എടുക്കാറില്ലല്ലോ. ഞാൻ എടുക്കൂലെന്നാ എന്നോട് ആരാ ഈ കാര്യം പറഞ്ഞത്? വേറെ ആരും ആവൂല, അന്റെ കെട്ടിയോളന്നെ ആവും. ഓളാണല്ല ഇമ്മാതിരി പൊള്ളു എനിക്ക് പറഞ്ഞു തരില്ലേ. അതൊക്കെ പോട്ടെ, ഇപ്പൊ എന്തിനൊക്കെ വിളിച്ചത്? ഞാനേ ഒന്നിനും അല്ല വിളിച്ചത്. സമീറ ഇനി മുതലേ ജോലിക്ക് പോകുന്നു പറയാൻ വേണ്ടി വിളിച്ചതാ. അതിനെ ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? ജോലിക്കെന്ന് പറഞ്ഞാണ്ടേ അവൾ ഈ പടിയെ പുറത്തിറങ്ങൂല. അതിന് ഉമ്മാന്റെ സമ്മതം ആർക്ക് വേണോ? ഞാനേ ഉമ്മാന്റെ സമ്മതത്തിനായിട്ടല്ല വിളിച്ചത്. സെമി പോവുമെന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ. സെമീറാനെ കെട്ടിയത് ഞാനാണ്. അവൾക്ക് ജോലിക്ക് പോവാനേ അവളെ കെട്ടിയോന്റെ സമ്മതം മാത്രം മതി. എന്നാ ഞാൻ വെക്കാണ്. എനിക്ക് ജോലിക്ക് ഇറങ്ങാൻ സമയായി. അപ്പൊ എല്ലാരും കൂടി ഈ നബീസുവിനിട്ടുങ്ങാണ്ടേ തോൽപ്പിക്കാനുള്ള പരിപാടിയാണ്. ഇതേ ഇങ്ങനെ വിട്ടാ ശരിയാവൂല. ഇതിനുള്ളതേ സെമീറ അനുഭവിക്കന്നെ ചെയ്യും. സെമിത്ത മിന്നുമോളെ പനി മാറിത്ത? കുറവുണ്ടെന്ന് അറിഞ്ഞു. മിന്നിമോൾക്കേ അന്നെ പോലെ കുറച്ച് വാശി കൂടുതലാ. ഇതെന്തേ ഡ്രസ് ഇട്ടിക്കണേ? ഒന്നുമില്ല മോളെ, ഇത് ഞാനേ അൽമാറ അതിൽ തുണിമുപ്പായൊക്കെ മടക്കി വെക്കുമ്പോളേ ഇത് കണ്ട് കുറെ കാലമായാലും ഞാനിത് ഇട്ടിട്ട്. അപ്പൊ ഒരു കൗതുകത്തിന് ഇട്ടതാണെന്നുള്ളൂ. ഒന്നല്ലെങ്കിലോ കുറെ കാലം ഇത് ഇട്ടതല്ലേ. എന്തോ ഇപ്പൊ മനസ്സിന് വല്ലാത്തൊരു സങ്കടം മോളെ. സ്റ്റോങ്ങില് വിളിക്കണേ. എന്തോ തമ്പുരാട്ടിക്കുട്ടി ഇവിടെ ഉണ്ടായിരുന്ന കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ട്. എടി അന്നെ ഈ ഒരു ഒലക്കുമ്പത്തെ ജോലി കാരണം മനുഷ്യർക്ക് കുടിക്കണ വള്ളത്തിലും കൂടി സ്വകല്ലോടി. ഇനിയിപ്പൊ ഈ കുടുംബത്തിലും കൂടി തല്ലുണ്ടാക്കാൻ ഇറങ്ങിക്കല്ലോടി. സെമീറാന്റെ ജീവിതത്തിൽ ഇനിയും ഒരുപാട് വഴിത്തിരിവുകൾ കാത്തിരിക്കാൻ നമുക്ക് അടുത്ത പാർട്ടിനായി. ഈ പാർട്ടി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.